ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ കൃപ. അതിനുശേഷം തന്നെ കൺമണിയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു ബലരാമനും കൃപയും കൂടിയും ചേർന്നിട്ട്. കാരണം ഇവൾ വെറും കൺമണിയല്ല, അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ള ആ ഒരു ഡിസൈൻ വരച്ചത് കൺമണി തന്നെയാണ്. അതും എല്ലാവരുടെ മുന്നിൽ വെച്ച് ലൈവായിട്ട്. ഇവൾക്ക് ഈ അഭിനന്ദനങ്ങൾ കൊടുത്താൽ പോരാ എന്ന രീതിയിലാട്ടോ ബലരാമൻ കൺമണിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം തന്നെ കൃപയും പറയുന്നുണ്ട്, എന്തായാലും ഒരു വരുൺ എന്ന ആൾ കൺമണിയെ ആ ഡിസൈൻ എന്തായാലും അവരുടെ പക്കൽ എത്തിക്കാൻ സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ ആക്സിഡൻറ്റിൽ പെടുത്തുകയും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൺമണി ആ ഡിസൈനിന് വേണ്ടി വരികയും അരമണിക്കൂർ കൊണ്ട് തന്നെ ആ ഡിസൈൻ പൂർത്തിയാക്കി എല്ലാവരും ഞെട്ടിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കൺമണി. ഇവൾ സൂപ്പർ കൺമണിയാണെന്നൊക്കെ കൃപ എല്ലാവരുടെ മുന്നിൽ വെച്ചും പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഇതും ആൻറ്റിമയ്ക്കും മാനസിക്കൊന്നും അത്ര രസിക്കുന്നൊന്നുമില്ല. അന്വേഷണം മാനസയാണെങ്കിലോ ശ്രീദേവിയോട് പറയുന്നുണ്ട്, ഇപ്പം ഇവിടെ ഈ ആഘോഷങ്ങളൊക്കെ നിൽക്കാനായിട്ട് പോകുന്നുണ്ട്, ഇതൊരു ഗംഭീര പരിപാടിയാണെന്നല്ലേ പറയുന്നത്, അതിനേക്കാളും വലിയൊരു പരിപാടി ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയുടെയും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നു കേട്ടോ. അതിനെ പറയുന്നുണ്ട്, കൺമണിയെ അനുമോദിക്കാനായിട്ട് നമ്മുടെ അലിഗയിലെ ചെയർമാൻ സാഗർ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണെന്നൊക്കെ കൃപ പറയുമ്പോഴത്തേനും സാഗർ വരുന്നില്ല എന്നാണ് പറയുന്നത്. സാഗറിനെ മാത്രം വിളിച്ചാൽ പോരാ, ഒപ്പം തൻ്റെ മിസ്സസിനെയും വിളിക്കണമെന്ന രീതിയിൽ തന്നെയാട്ടോ സാഗർ ഇരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഒപ്പം ആൻറ്റിയമ്മയും ജയമോഹനും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാവരും. ഇവളെക്കുറിച്ച് സൂപ്പർ കൺമണിയും അല്ല ബ്രില്യൻ്റ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേ ഇവൾ ഞങ്ങൾക്ക് കൺമണി മോളാണെന്ന് പറയുന്നുണ്ട് എനിക്കും സുജുവിനും. ഇത് കേൾക്കുന്ന മാനസിക്ക് വീണ്ടും രസിക്കുന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവൻ ഒരുപാട് പ്രാവശ്യം രക്ഷിച്ച ഈ കുട്ടി എൻ്റെതും സുജുവിൻ്റെയും കൃപയുടെയും കൃഷ്ണൻ്റെയും എല്ലാവരുടെയും, അതുകൊണ്ട് ഞങ്ങളുടെ കൃഷ്ണമണിയാണ് ഇവളെ എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണിക്ക് നല്ലൊരു സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ കണ്ടോ അവിടെ കയറ് പൊട്ടിക്കുകയാണ്, ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഏട്ടനെ വിളിക്കാമെന്ന് പറയുന്നു. അതിന് കൃഷ്ണനെ വേദിയിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൺമണിക്ക് ആ ഒരു വലിയൊരു മൊമെൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കിട്ടുന്ന കൺമണി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന കൺമണിയുടെ അമ്മായിക്കും ഗോകുലിനും അച്ഛനും അതിലേറെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ ഞങ്ങളുടെ കൺമണിക്ക് പൊന്നും കുടത്തിന് എന്തിനാ പൊട്ട്, അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ അന്നൊരു പൊട്ട് ചാർത്താൻ പോവുകയാണെന്ന് സുജു പറയുന്നു. അങ്ങനെ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ കൺമണിക്ക്. ഇതെല്ലാം കാണുന്ന മാനസയുടെ മുഖം ഒന്ന് കാണണം, അങ്ങനെ കുശുമ്പ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണി പറയുന്നുണ്ട്, കൺമണി എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം കൺമണി പറയുന്നുണ്ട്, 2 മിനിറ്റ് എന്നല്ല, 2 മണിക്കൂറല്ല, 2 ദിവസം എടുത്താലും എനിക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞാൽ മതിയാവില്ല. എനിക്ക് കഴിവുണ്ടായിരിക്കാം, പക്ഷേ അതിനൊരു അവസരവും ഒരു സ്റ്റേജും ഒക്കെ തന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ നിലയിലെത്താൻ സാധിച്ചതും. പക്ഷേ എല്ലാത്തിൻ്റെയും പുറകിൽ എൻ്റെ അച്ഛനാണ്. ഈ ഒരു സമ്മാനം എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് ആ സമ്മാനം കൊണ്ട് കൊടുക്കുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ചെയർമാൻ പറയുന്നുണ്ട്, ഈ ഒരു ഫങ്ഷൻ വെച്ചതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്, അതും കൂടി എല്ലാവരുടെ മുന്നിൽ വെച്ചും ഞാൻ പറയാനായിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ആ ഒരു കല്യാണ കാര്യം പറയുന്നുണ്ട്, എൻ്റെ മോൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു മാനസികമായിട്ട്, പക്ഷേ ചില സാഹചര്യം വെച്ചാൽ അവർക്ക് 2 പേർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവരെ എല്ലാവരും ഇപ്പോൾ സാക്ഷി നിർത്തി തന്നെ ഞാനൊരു കാര്യം പറയാനായിട്ട് പോവുകയാണ്. കൺമണി ഇനി നമ്മുടെ കമ്പനിയിലെ വെറും ഒരു ഡിസൈനർ മാത്രമല്ല, ഇവളെൻ്റെ മകൻ്റെ ഭാര്യ കൂടി ആവാൻ പോകുന്നവളാണ്, അതായത് ഞങ്ങളുടെ മരുമകളാകാൻ പോകുന്നതാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ ക്രിഷ് ആണെങ്കിലോ കൺമണിയെ ഒന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിങ്ങൊക്കെ വെച്ച് അവൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. കൺമണിയാണെങ്കിലും ആകെ അമ്പരന്ന് നിൽക്കുകയാണെന്നൊക്കെ പറയില്ലേ, എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ റിങ് കയ്യിലിടുന്നുണ്ട്. അതിനുശേഷം തന്നെ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന വരുണിനും ഒട്ടും താല്പര്യപ്പെടുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. മാനസയാണെങ്കിലോ ആ പ്ലാനിങ് നടപ്പിലാക്കാനുള്ള ഒരു ധൃതിയിൽ നിൽക്കുവാണ്. എത്രയും ലഹരി മരുന്ന് കൃഷിൻ്റെ പോക്കറ്റിൽ വെക്കണം, പെട്ടെന്ന് അനിരുദ്ധൻ വന്ന് കൃഷിനെ അറസ്റ്റ് ചെയ്യണം, അങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ ആകെ ചളാവണം എന്ന ഉദ്ദേശത്തോട് മാത്രം നിൽക്കുന്ന ഒരു മാനസ. അങ്ങനെ കൃഷ്ണ അനുമോദിക്കാൻ വേണ്ടിയിട്ട് മാനസ സ്റ്റേജിനകത്ത് കയറി വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നു.
അപ്പോഴത്തേനും ആ ഒരു മയക്കുമരുന്നിൻ്റെ പാക്കറ്റ് കൃഷിൻ്റെ ജാക്കറ്റിനകത്ത് ഇടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അത് കൺമണി നേരെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. കൺമണിക്ക് മനസ്സിലായി മാനസ എന്തോ ഒരു ഉദ്ദേശത്തിൽ കയറി വരികയാണെന്നുള്ളത്. അപ്പോഴത്തേനും അത് മനസ്സിലാവുന്ന കൺമണി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് കൺമണിക്ക് മനസ്സിലായി. അങ്ങനെ വരുണൻ മാനസയോട് ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യം, എല്ലാം സെറ്റായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണൻ അനിരുദ്ധനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വന്നോ, കാരണങ്ങൾ എല്ലാം റെഡിയായി നിൽക്കുവാണ്, പെട്ടെന്ന് വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ എത്താൻ പറഞ്ഞിട്ട് അനിരുദ്ധൻ പുറപ്പെടുന്നു. വീണ്ടും സാഗറിനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. സാഗറാണെങ്കിലോ തൻ്റെ മൂത്ത മകനെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് നിൽക്കുന്നു, അതായത് ബലരാമനെ. കാരണം ബലരാമനെ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല, കുറച്ച് പേർക്കൊക്കെ അറിയും ചെയ്യും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മൂത്ത മകനാണ്, 30 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് ഇല്ലാണ്ടായതാണ്. ഇന്ന് ഞങ്ങൾക്ക് ആ ഒരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചും ബലരാമനെയും എല്ലാവരെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയും അമ്മായി ഗോകുലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അമ്മായിയോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. മനസ്സ് എന്തായാലും ക്രിസാറിൻ്റെ പോക്കറ്റിനകത്ത് എന്തോ ഒരു മയക്കുമരുന്ന് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഞാൻ വിചാരിച്ച പോലെ കാര്യം നടന്നു എന്ന് പറയുന്നുണ്ട്. അയ്യോ, അത് ക്രിസാറിനോട് പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോഴത്തേനും കൃഷ്ണനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആകെ പ്രശ്നമാക്കും. അതിനേക്കാളും നല്ലത് നമുക്ക് തന്നെ അത് അറിയാതെ എടുത്ത് മാറ്റണം. നമുക്കിതൊരു ചാലഞ്ചാണ്, അത് ഏറ്റെടുക്കണം, സമയം കളയാനില്ല ഗോകുലി എന്ന് പറയുന്നുണ്ട്. നമുക്കത് എടുത്തു മാറ്റാമെന്ന് അപ്പയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ മാനസിയും വരുണും കൂടി സംസാരിക്കുന്നു, എന്തായി കാര്യം. ഇപ്പോൾ തന്നെ അനിരുദ്ധൻ പുറപ്പെട്ടു, ഇപ്പോൾ എത്തും, ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ചളമാവുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്, എത്രയും പെട്ടെന്ന് വരട്ടെ. അങ്ങനെ അമ്മായി വന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, അങ്ങനെ ഒരു അഭിനയമായിട്ടോ നടക്കാനായിട്ട് പോകുന്നത്. കാരണം ആ മയക്കുമരുന്ന് എങ്ങനെയെങ്കിലും ആ പോക്കറ്റിനകത്ത് നിന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് അയ്യോ മോനെ, എൻ്റെ മോളെ നീ കല്യാണം കഴിക്കാൻ പോയല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷം, ഇതിൽ കൂടുതൽ എന്ത് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് വിഷമത്തോടുകൂടി കൃഷ്ണ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്താ അമ്മായി ഇങ്ങനെയൊക്കെ, എൻ്റെ മോളെ നല്ല നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് കൺമണി വരുന്നുണ്ട് കേട്ടോ. കൺമണിയാണെങ്കിലും ആ പോക്കറ്റിൽ നിന്ന് ആ ഒരു മയക്കുമരുന്ന് എടുക്കാനുള്ള ശ്രമത്തിലാണ്. കൃഷി പോലും അറിയാതെ തന്നെ ആ പോക്കറ്റിനകത്ത് മാനസ അതിട്ടു. അതിലും അറിയാതെ തന്നെയാണ് കൺമണി അത് എടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അങ്ങനെ കൺമണിയും കൃഷ്ണയും അങ്ങനെ നൈസായിട്ട് തന്നെ കൺമണി ആ പോക്കറ്റിൽ നിന്ന് ആ മയക്കുമരുന്ന് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും കൃഷ്ണയും കൺമണിയും ചതിക്കാൻ മാനസയ്ക്ക് ഇനി കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസയുടെ കാര്യം അതോ ഗതി തന്നെയാട്ടോ കാണാനായിട്ട് പോകുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.